Dear students, now we have the next theorem. Let T be a linear operator on a finite dimensional vector space V. C1, C2, etc. Ck are the distinct characteristic values of T. And let and the null space of T minus Ci into I are Wi. W ആണ് null space. T minus Ci യുടെ null space. Then the following are equivalent. ഒന്നാമത്തെ എന്താണ് പറയുന്നത് വെച്ചാൽ ടി ഡയഗണലൈസബിൾ ആണ്. ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ എന്താണെന്ന് പറയുന്നു, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ ടി ഈസ് എഫ് ഈക്വൽ ടു എക്സ് മൈനസ് ഇ വൺ റേസ് ടു ഡി വൺ ഇൻറ്റു എക്സ് മൈനസ് ഇ ടു റേസ് ടു ഡി ടു എക്സെട്ര എക്സ് മൈനസ് ഇ കെ റേസ് ടു ഡി കെ ആൻഡ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ ഈക്വൽ ടു ഡി ഐ. നമ്മൾ നേരത്തെ പറഞ്ഞു അത് അങ്ങനെയാണ് ആയിരിക്കുന്നുള്ളത്. പിന്നെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ടു പ്ലസ് എക്സെട്ര പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു കെ ആണ് ഡയമെൻഷൻ ഓഫ് വി ആവുക. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് തന്നെ 1 implies 2, അതായത് ടി ഡയഗണലൈസബിൾ എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് മൈനസ് ഇ വൺ റേസ് ടു ഡി വൺ ഇൻറ്റു എക്സ് മൈനസ് ഇ ടു റേസ് ടു ഡി ടു എക്സെട്ര എക്സ് മൈനസ് ഇ കെ റേസ് ടു ഡി കെ വെയർ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ ഈക്വൽ ടു ഡി ഐ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ക്യാരക്ടറിസ്റ്റിക് സ്പേസ് കറസ്പോണ്ടിങ് ടു സി ഐ ഈസ് ഡബ്ല്യു ഐ. അതെന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് സപ്പോസ് ടി ഈസ് diagonalizable, let C1, C2, etc. Ck be the distinct characteristic values of T. Let Wi be the characteristic space corresponding to the characteristic value Ci. Then there is an ordered basis beta. Then there is an ordered basis beta such that it contains the characteristic vectors. This is by above theorem അല്ലേ, മുമ്പത്തെ തിയറത്തിൽ അതാണ് പറയുന്നത്. Therefore matrix of T relative to beta എന്തായിരിക്കും, C1 I1 0 etc 0 0 C2 I2 etc 0 etc etc 0 0 etc Ck Ik. അങ്ങനെയാകുമ്പോൾ റാങ്ക് ഓഫ് ടി റിലേറ്റീവ് ടു ബീറ്റ എന്തായിരിക്കും, C1 D1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, C2 D2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, Ck Dk പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ റാങ്ക് ഓഫ് ടി റിലേറ്റീവ് ടു ബീറ്റ എന്ന് പറയുന്നത് D1 പ്ലസ് D2 പ്ലസ് എക്സെട്ര പ്ലസ് Dk ആയിരിക്കും. ദാറ്റ് ഈസ് the order of the matrix or order of the matrix means the number of times, order of the matrix means the number of times Ci occurs as a root of the characteristic polynomial.
characteristic polynomial. എന്താണ്? Order of the matrix means, എന്താണ് order of the matrix എന്താണ് meaning? Means the number of times Ci occurs as a root of the characteristic polynomial. അതെല്ലാം കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ഓർഡർ കിട്ടുക. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കറസ്പോണ്ടിങ് ടു ദിസ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എക്സ് ഐ മൈനസ് ടി ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് എക്സ് ഐ മൈനസ് ടി. അപ്പോൾ എന്തായിരിക്കും അത്? ഡിറ്റർമിനൻറ്റ് എക്സ് ഐ മൈനസ് ടി എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എക്സ് മൈനസ് സി വൺ into I1 0 0 etc 0 0 x minus C2 I2 etc 0. അതായത് C1 D1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് C1 ഇൻറ്റു I1 എക്സ് മൈനസ് C2 ഇൻറ്റു I2 അങ്ങനെ വരും അല്ലേ? 0 0 0 എക്സെട്ര എക്സ് മൈനസ് CK ഇൻറ്റു IK. So 1 implies 2. That is fx equal to x minus C1 raised to d1 into x minus c2 raised to d2 etc. x minus ck raised to dk is the, expand is the characteristic polynomial for t. Now c1i minus t നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്ക് c1i minus t ചെയ്യുമ്പോൾ ഈ C1 ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം എന്ത് വരും? 0 വരും അല്ലേ? C1 പിന്നെ ഡയഗണലായിട്ട് വന്ന സ്ഥലത്തെല്ലാം 0 വരും. പിന്നെ ഇവിടെ C2 I2 വരും എക്സെട്ര. എങ്ങനെ വരും? CK IK ഇങ്ങനെ വരും. ഓക്കെ. There are di 0 rows വരും. ഓരോന്നിലും di 0 rows. Now nullity of C1i minus t എന്തായിരിക്കും? പിന്നെ C1 d1 പ്രാവശ്യമാണ് വരുന്നതെങ്കിൽ nullity of C1i minus t എന്ന് പറയുന്നത് എന്തായിരിക്കും? d1 ആയിരിക്കും അല്ലേ? അവിടെ അത്രയും 0, ഇത്രയും ഭാഗത്ത് 0 വരും. d1 സ്ഥലത്ത് 0 വരുന്നതുകൊണ്ട് അതിൻ്റെ നള്ളിറ്റി d1 ആയിരിക്കും. Therefore നള്ളിറ്റി ഓഫ് നമുക്ക് പറയാം CI minus t equal to di for I equal to 1 to etc up to k. Now null space is the space spanned by the characteristic vectors. Null space is the space spanned by the characteristic vectors. Therefore, Wi equal to span of characteristic vectors of Ci. Alle? Wi is the span of the characteristic vectors of Ci. That is equal to null space of Cii minus t. Null space of Cii minus t. Wi is the null space of Cii minus t. Therefore, dimension of Wi equal to di. മനസ്സിലായതാണ് നമുക്ക് അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഡയമെൻഷൻ ഓഫ് Wi ഈക്വൽ ടു di. അതാണ് 2 കിട്ടി നമുക്ക്. മനസ്സിലായോ? അപ്പോൾ ഡയഗണലൈസബിൾ ആണെങ്കിൽ t
T diagonalizable ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് WI എന്ന് പറയുന്നത് DI ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 2 implies 3 എന്ന് പ്രൂവ് ചെയ്യണം. 2 implies 3 എന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ F equal to x minus C1 raised to D1 into x minus C2 raised to D2 etc. x minus CK raised to DK and dimension of WI DI ആണെങ്കിൽ dimension of W1 plus dimension of W2 plus etc. plus dimension of WK equal to V dimension of P എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ Fx equal to ഞാൻ എന്താ എഴുതാണ് x minus C1 raised to D1 into x minus C2 raised to D2 plus into etc. into x minus CK raised to DK എന്ന് എടുക്കുകയാണ്. where dimension of WI equal to DI എന്നെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ dimension of W1 plus dimension of W2 plus etc. plus dimension of WK എന്തായിരിക്കും D1 plus അല്ലേ ഇത് DI ആയതുകൊണ്ട് ഓരോന്ന് D1 plus D2 plus etc. plus DK ആയിരിക്കും. അതായത് എന്താണ് D1 plus D2 plus etc. DK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് D1 plus D2 plus etc. plus DK. That is equal to degree of f of x ആയിരിക്കും. That is equal to നമുക്കിത് പറഞ്ഞു dimension of b ആയിരിക്കും. Therefore എന്ത് വന്നു നമുക്ക് രണ്ടാമത്തെ 2 implies 3 എന്ന് വന്നു അല്ലേ. dimension of p dimension of W1 plus W2 plus extra plus dimension of WK equal to the total D1 plus D2 plus DK എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എഫ് എക്സ് ആണ്. അതെന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് പി ആണെന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നൗ വി ഹാവ് ടു ഷോ ദാറ്റ് 3 implies 1 പ്രൂവ് ചെയ്യണം. അതായത് dimension of W1 plus dimension of W2 plus etc. plus dimension of WK equal to dimension of V. എന്താണ് dimension of W1 plus dimension of W2 etc. dimension of V ആണെങ്കിൽ T diagonalizable ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആൻഡ് W1 intersection W2 intersection etc. intersection WK equal to 5 null space ആണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ dimension of W1 intersection W2 intersection എന്തായിരിക്കും dimension WK 0 ആയിരിക്കും ആണല്ലോ. ഇതിന് intersection 0 ആയതുകൊണ്ട് dimension 0 ആയിരിക്കും. Now dimension of W1 plus dimension of W2 നമുക്കറിയാം. dimension of W1 plus W2 plus dimension of W1 intersection W2 എന്ന് അറിയാം നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തിയറം ഉണ്ട്. dimension of W1 plus dimension of W2 plus etc. plus dimension of WK എന്ന് പറയുന്നത് dimension of W1 plus W2 plus etc. plus WK plus dimension of W1 intersection W2 etc. intersection WK എന്നറിയാം നമുക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം dimension of V equal to ഇത് W1 plus അല്ലേ dimension of V ആണ് ഈ ടോട്ടല് equal to dimension of W1 plus W2 plus etc. plus WK plus ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ ഡയമെൻഷൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് V equal to W1 plus W2 plus etc. plus WK എന്ന് കിട്ടി നമുക്ക്. പിന്നെ ബീറ്റ I is a basis for WI for I equal to 1 to etc. up to n and set beta 1 beta 2 etc. beta k be a basis for V beta 1 beta 2 etc. beta k be a basis for V. So that is there exists a basis for T and each vector is a characteristic vector of T എന്ന് വന്നു. therefore എന്ത് പറയാം each vector characteristic vector ആണെങ്കിൽ T is diagonalizable. അപ്പോൾ എന്താ നമുക്ക് therefore 3 implies 1. അപ്പോൾ നമുക്കെല്ലാം ഇത് കിട്ടിക്കഴിഞ്ഞു. നന്നായിട്ട് നോക്കുക കേട്ടോ.